വന്ദനം ഗായ്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പം ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും തരുന്നില്ല. തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. കാന്താര 2നെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഒരു രക്ഷയില്ല, കിടു പടം. കിടു എന്ന് വെച്ചാൽ കിടിലം പടം. സെക്കൻഡ് തിങ്, വിഷ്വൽ ട്രീറ്റ്, സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ടോപ്പ് നോച്ച്. കാന്താര 1 എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കാന്താര 2ന്റെ വിഷ്വൽ ട്രീറ്റ് ആയാലും സൗണ്ട് ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എന്തായാലും ആളുകളെ ഓരോ റോളിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതായാലും പെർഫെക്റ്റ്, ഒന്നും പറയാനില്ല. ഋഷഭ് ഷെട്ടി ഈസ് ഓൾവേസ് ഋഷഭ് ഷെട്ടി എന്ന് പുള്ളിക്കാരൻ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പടത്തിലും. ഫസ്റ്റ് ഹാഫ് ഒരു തണുത്ത മട്ടിലാണ് പോണെങ്കിലും എന്റർടൈനിങ് ആണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒന്നും ഫസ്റ്റ് ഹാഫുമായിട്ട് ഉള്ള ഒരു ഇതുമല്ല. ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് സെക്കൻഡ് ഹാഫ്. പടം മസ്റ്റ് വിസിറ്റ് ആണ്, എല്ലാവരും പോയി കാണണം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് നിങ്ങൾ ഈ പടത്തിന് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഒരു വാർണിങ്ങോ അല്ലെങ്കിൽ ഒരു ഹിന്റോ അങ്ങനെയായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും പടം ഓവർ ഹൈപ്ഡ് ആയിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ ഓവർ എക്സ്പെക്റ്റേഷനിൽ നിങ്ങൾ പോയി പടം കാണരുത്. നിങ്ങൾ ഒരു നോർമൽ പടം എങ്ങനെയാണോ പോയി കാണുന്ന അതേ ഒരു എക്സ്പെക്റ്റേഷനിൽ പടം കാണുക. കണ്ടിറങ്ങുമ്പം ഐ ക്യാൻ അഷ്വർ യു, നിങ്ങൾക്കൊരു വേറൊരു യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഫീലായിരിക്കും. പിന്നെ ഈ സിനിമയിലെ നായിക രുക്മിണി വസന്ത്, സോ ക്യൂട്ട്, സോ പ്രിറ്റി. പക്ഷെ പുള്ളിക്കാരി വേറൊരു ഡയമെൻഷനിലാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ സോ ക്യൂട്ട്, സോ എലഗൻറ്റ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും പുള്ളിക്കാരിയുടെ ക്യാരക്ടർ അത്ര അടിപൊളിയാണ്. ഞാൻ സ്പോയിലർ ചെയ്യുന്നില്ല. ആൻഡ് ജയറാം, പുള്ളിക്കാരനെ മലയാളം ഇൻഡസ്ട്രി നന്നായിട്ട് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ബാക്കി ഇൻഡസ്ട്രീസ് പുള്ളിക്കാരനെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ എല്ലാ കഴിവും പുറത്തെടുത്ത് അത് ഫ്ലറിഷ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെക്കാളും പുറത്തെ ഇൻഡസ്ട്രിയാണ് കൂടുതൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പുള്ളിക്കാരനും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഓൾവേസ് ഋഷഭ് ഷെട്ടി ഈസ് ഓൾവേസ് ഋഷഭ് ഷെട്ടി. ഇതിൽ എടുത്തു പറയേണ്ട ഒരാളുടെ പേരാണ് രാകേഷ് പൂജാരി. പുള്ളിക്കാരൻ ഈ പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചുപോയി. നമുക്ക് തിയേറ്ററിൽ ചിരിക്കാനുള്ള കുറേ ഒരു സീനൊക്കെ പുള്ളിക്കാരന്റെ സീനായിരുന്നു. ഞാൻ അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾ എന്തായാലും പടം പോയി കാണണം, നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല. അത്രയ്ക്ക് നല്ല പടമാണിത്. അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ.